വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഡയലക്ട്രിക് മീഡിയം ഇൻ എ റീജിയൻ. ഒരു റീജിയനിലേക്ക് ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വാക്വം ആണെന്ന് വിചാരിക്കുക. ഈ വാക്വം റീജിയനിൽ ഫ്രീ ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ഫ്രീ ചാർജുകൾ കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഉണ്ടാവുകയാണ്. സോ ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ വാക്വം ഡി വാക്വം ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇ വാക്വം. നമുക്കറിയാം വാക്വത്തിൻ്റെ കേസിൽ പോളറൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ടേം അവിടെ ഇല്ല. ഓക്കെ, ഇനി ഈ വാക്വം എന്താ? ഈ സമയത്തുള്ള ഫ്രീ ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ആര്? ഈ വാക്വം. ഇനി ഞാൻ അടുത്തൊരു ഡയലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യാണ്. ഈ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഡയലക്ട്രിക് മീഡിയം ഈസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഫ്രീ ചാർജ് ആസ് പ്രസൻറ്റ് ഇൻ വാക്വം. നമ്മൾ വാക്വം സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് എത്രയായിരുന്നു അവിടെ ഫ്രീ ചാർജുകൾ ഉണ്ടായിരുന്നത്, അത്രയും ഫ്രീ ചാർജുകളുള്ള ഒരു ഡയലക്ട്രിക് മീഡിയമാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ, where epsilon is the permittivity of the medium and E is the electric field in that dielectric medium due to the free charges in that medium. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞ ആ സെക്ഷൻ നമ്മൾ പഠിച്ച സമയത്ത് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. The electric displacement vector is independent of the medium but depends only on the amount of free charge present in it. അതായത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ആ മീഡിയത്തിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫ്രീ ചാർജുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഏത് മീഡിയം ആണെന്നുള്ള കാര്യത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കേസുകൾ വാക്വം ആണെങ്കിൽ ഈ ഡയലക്ട്രിക് മീഡിയം സിറ്റുവേഷനും പറഞ്ഞപ്പം ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, സെയിം ഫ്രീ ചാർജുള്ള മീഡിയങ്ങളാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ വാക്വം ആൻഡ് in medium, in dielectric medium will be equal due to the fact that there are same amount of free charge. Okay, so D equal to D vacuum. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്, ഡി വാക്വം എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇ വാക്വം ആണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സോ ഇ ഈക്വൽ ടു ഈ എപ്സിലോൺ അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഇ ഈക്വൽ ടു എപ്സിലോൺ 0 ബൈ എപ്സിലോൺ ഇൻറ്റു ഇ വാക്വം. വാട്ട് ഈസ് എപ്സിലോൺ 0 ബൈ എപ്സിലോൺ? പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഒരാളുണ്ട്, എപ്സിലോൺ ബൈ എപ്സിലോൺ 0, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ. സോ ഇവിടെ നമുക്ക് വേണ്ടെന്താ? എപ്സിലോൺ 0 ബൈ എപ്സിലോൺ ആണ്, ഇതിൻ്റെ റെസിപ്രോക്കലാണ്. സോ ഇതെന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1 ബൈ കെ. സോ ഇ ഈക്വൽ ടു ഇ വാക്വം ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ എന്താ ഇത് മീൻ ചെയ്യുന്നത്? ഈ എന്താ? ഡയലക്ട്രിക് മീഡിയത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആ റീജിയനിൽ ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഈ വാക്വം എന്ന് പറയുമ്പോൾ വാക്വം, ആ റീജിയൻ വാക്വം ആയിരുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പം എന്താ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? വെൻ വി ഇൻട്രൊഡ്യൂസ് എ ഡയലക്ട്രിക് മീഡിയം, the electric field in free space is reduced by a factor equal to the dielectric constant K of the medium. അതായത് നമ്മളൊരു റീജിയനിലേക്ക് നമ്മളൊരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ സ്പേസ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണോ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂവിനെക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും. എത്ര കുറവ്? റെഡ്യൂസ്ഡ് ബൈ എത്രയാ? ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണോ അത്രയും ടൈംസ് ആയിരിക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് തെളിയിക്കാം. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ അറിയാലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ. ഇ ഈക്വൽ ടു എന്താണ്? ഈ വാക്വം കൊടുക്കുക ആദ്യം. ഈ വാക്വം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ് നമുക്കറിയാം. ഇനി ഇതൊരു മീഡിയം ആയിരുന്നെങ്കിലോ? ഈ മീഡിയം ഈക്വൽ ടു, ഈ മീഡിയത്തിൻ്റെ പ്രത്യേകത ദിസ് മീഡിയം ഹാവിങ് സെയിം എമൗണ്ട് ഓഫ് ഫ്രീ ചാർജ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1 ബൈ 4 പൈ എപ്സിലോൺ 0 അല്ല, എപ്സിലോൺ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ശരിയല്ലേ? ഈ എപ്സിലോൺ ആരാ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയ. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. സോ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു കെ. ഈ കെ എന്ന് പറഞ്ഞ ടേം ഒഴികെയുള്ള ബാക്കിയുള്ള ടേമുകൾ നമ്മൾ നോക്കിയേ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ വാക്വം. ശരിയല്ലേ? അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഈ വാക്വം
ഡിവൈഡഡ് ബൈ കെ എന്ന് എനിക്ക് എഴുതിക്കൂടെ? സെയിം റിസൾട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ മറ്റൊരു മെത്തേഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ അതാണ്, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഫിൽഡ് വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ. വാട്ട് എഫക്ട് ഡസ് ദിസ് ഹാവ് ഓൺ ഇറ്റ്സ് കപ്പാസിറ്റൻസ്? അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ റീജിയൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യാമെന്ന് വയ്ക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, സൊല്യൂഷൻ നോക്കാം. നമുക്കറിയാം ഇനീഷ്യലി ഞാൻ കൺസിഡർ ചെയ്യുന്ന കപ്പാസിറ്ററിൽ ഈ റീജിയൻ ഫില്ല് ചെയ്തിട്ടുള്ളത് വാക്വം ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എയർ ഫിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സി വാക്വം എന്തായിരിക്കും? സി ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ. അപ്പോൾ സി വാക്വം ഈക്വൽ ടു ക്യൂ ബൈ വി വാക്വം, ഇക്വേഷൻ നമ്പർ 1. ഇനി വി വാക്വം എന്താ നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാക്വം സിറ്റുവേഷനിൽ വി വാക്വം ഈക്വൽ ടു ഇ വാക്വം ഇൻറ്റു ഡി. ഈ വാക്വം എന്ന് പറയുന്നത് നമ്മുടെ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള റീജിയൻ എയർ ഫിൽഡ് ആവുന്ന സമയത്ത് ആ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് എന്ത്, ഈ വാക്വം. ഓക്കെ, ഇനി ഈ റീജിയൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ റീജിയൻ ഞാൻ ഡൈലക്ട്രിക് മീഡിയം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഡൈലക്ട്രിക് മീഡിയം വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഡൈലക്ട്രിക് മീഡിയം വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? സി ഈക്വൽ ടു ക്യൂ ബൈ വി. വി ഈസ് ദ പൊട്ടൻഷ്യൽ വെൻ ദ റീജിയൻ ഈസ് ഫിൽഡ് വിത്ത് എ ഡൈലക്ട്രിക് മെറ്റീരിയൽ ആൻഡ് വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി, where E is the electric field in between the plate when the region is filled with the dielectric material. അതായത് ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡാണ് ആര്, ഇ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ് ഡി, അത് മാറ്റമില്ല. ഓക്കെ, ഇനി തൊട്ട് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മളൊരു റീജിയനിൽ ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാവുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ കെ ആയിട്ട് മാറുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു, ഇക്ക് പകരം ഞാൻ ആരെ കൊടുക്കും? ഇ വാക്വം ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഡി. ഇത് കൊടുക്കാനുള്ള കാരണം എന്താ? ഇതെന്ന് പറയുന്നത് ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ആ വാല്യൂ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ കെ ആണ്. അത് വെച്ചിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, ഇ വാക്വം ഇൻറ്റു ഡി, ന്യൂമറേറ്ററിൽ ഇ വാക്വം ഇൻറ്റു ഡി ആണ്. നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് നോക്കിയേ. ഇക്വേഷൻ നമ്പർ 2 നോക്കിയേ, വി വാക്വം ഈക്വൽ ടു ഇ വാക്വം ഇൻറ്റു ഡി. അപ്പം ന്യൂമറേറ്റർ എന്താണ്? വി വാക്വം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു വി വാക്വം ഡിവൈഡഡ് ബൈ കെ. ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3. അതായത് വിക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻ 4 വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സി ഈക്വൽ ടു ക്യൂ ബൈ വിക്ക് പകരം വി വാക്വം ഡിവൈഡഡ് ബൈ കെ. ഇതിന് നമുക്ക് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാലോ. ഈ കെ ഇവിടെ പോകും, ന്യൂമറേറ്റർ പോകും. സോ കെ ഇൻറ്റു ക്യൂ ബൈ വി വാക്വം. വാട്ട് ഈസ് ക്യൂ ബൈ വി വാക്വം? ഇക്വേഷൻ നമ്പർ 1 നോക്കിയേ, സി വാക്വം ഈക്വൽ ടു ക്യൂ ബൈ വി വാക്വം. ഓക്കെ, അപ്പം കെ ഇൻറ്റു ദിസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സി വാക്വം. സോ സി ഈക്വൽ ടു കെ ടൈംസ് സി vacuum. എന്താ ഇതിന്റെ മീനിങ്? When we fill the region between the plates of a parallel plate capacitor with a dielectric material of dielectric constant K, its capacitance will increase by a factor of K dielectric constant. So C equal to K into C vacuum. നിങ്ങളിത് മുന്നേ പഠിച്ചതാണ്. നിങ്ങൾക്കൊരു എയർ ഫീൽഡ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഇടയ്ക്കുള്ള റീജിയൻ നിങ്ങൾ ഡയലക്ട്രിക് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര ടൈംസാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ടൈംസ് ഇൻക്രീസ് ആണ് അവിടെ കാണിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് എനർജി ഓഫ് എ ഡയലക്ട്രിക് സിസ്റ്റം. ഈ എനർജി ഓഫ് എ ഡയലക്ട്രിക് സിസ്റ്റം ഞാൻ 2 സെക്ഷനായിട്ടാണ്, അല്ലെങ്കിൽ 2 പോയിന്റുകളാക്കിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി സ്റ്റോർഡ് വിത്തിൻ ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി രൂപത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കാം. നമുക്കറിയാം ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ തന്നെയാണ് അല്ലേ. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താ? W ഈക്വൽ ടു ഹാഫ് CV². നമുക്ക് പല ഇക്വേഷനുകൾ ഉണ്ടെങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? W ഈക്വൽ ടു ഹാഫ് CV².
ഓക്കെ, ഇനി എനർജി സ്റ്റോർഡ് ഇൻ എയർ കപ്പാസിറ്റർ. എന്താ ഈ എയർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള, നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള റീജിയൻ വാക്വം അല്ലെങ്കിൽ എയർ ആണെന്നുണ്ടെങ്കിൽ അത്തരം കപ്പാസിറ്ററുകൾ നമ്മൾ വിളിക്കുന്ന പേരാണത് എയർ കപ്പാസിറ്റർ, അല്ലേ? അല്ലെങ്കിൽ യെസ്, എയർ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പം എയർ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ദാറ്റ് ഈസ് ഡബ്ല്യു എയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ കപ്പാസിറ്റൻസാണ്, ഇത് എയർ ഫിൽഡ് കപ്പാസിറ്റർ ആകുമ്പം സി എയർ ഇൻറ്റു വി സ്ക്വയർ. നിങ്ങൾ ശ്രദ്ധിക്കുക, സി എയർ എന്ന് പറഞ്ഞാലും സി വാക്വം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഡബ്ല്യു എയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി എയർ ഇൻറ്റു വി സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റീജിയനിലേക്ക് നമുക്കൊരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഫില്ല് ചെയ്യാം. പക്ഷേ ഡയലക്ട്രിക് മെറ്റീരിയൽ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയമെൻഷൻസ് ഒന്നും മാറുന്നില്ല. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസോ ഏരിയ ഓഫ് ദ പ്ലേറ്റോ മാറുന്നില്ല. അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഡബ്ല്യു ഡയലക്ട്രിക് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താ മാറ്റം വരിക? കപ്പാസിറ്റർ എന്തായിട്ട് മാറും? കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ വെൻ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് ആവും. സോ ഹാഫ് ഇൻറ്റു സി ഡയലക്ട്രിക് ഇൻറ്റു വി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. ഇനി തൊട്ട് മുന്നേ നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു സി ഡയലക്ട്രിക്കിൻ്റെ. സി ഡയലക്ട്രിക് ഈക്വൽ ടു കെ ടൈംസ് സി വാക്വമാണ്. ഇവിടെ സി വാക്വത്തിന് പകരം നമ്മൾ കൊടുത്തത് ഏതാണ്? സി എയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് വി ഹാവ് സി ഡയലക്ട്രിക് ഈക്വൽ ടു കെ ടൈംസ് സി എയർ, അല്ലേ? ശരിയല്ലേ? ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഈ ഇക്വേഷനിലേക്ക്. അപ്പോൾ എന്ത് വരും? ഡബ്ല്യു ഡയലക്ട്രിക്സ് അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ ഡയലക്ട്രിക് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി ഡയലക്ട്രിക്കിന് പകരം കെ ഇൻറ്റു സി എയർ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, ഇനി കെനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു സി എയർ വി സ്ക്വയർ ആരാ? നമ്മുടെ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡിനെ എയർ കപ്പാസിറ്റർ അല്ലേ? സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് കെ ഇൻറ്റു ഡബ്ല്യു എയർ. ദാറ്റ് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈലക്ട്രിക് കപ്പാസിറ്റർ അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ വെൻ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഡൈലക്ട്രിക് മെറ്റീരിയൽ ഈക്വൽ ടു കെ ടൈംസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ എയർ കപ്പാസിറ്റർ. അപ്പം ഡയലക്ട്രിക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിൻ്റെ എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എനർജി ഓഫ് എ ഡയലക്ട്രിക്കിന് എന്താ സംഭവിക്കുന്നത്? ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര ടൈംസ്? കെ ടൈംസ് ഇൻക്രീസ് ചെയ്യാണ് കമ്പയർഡ് ടു ദ എനർജി സ്റ്റോർഡ് ഇൻ എ എയർ ഫിൽഡ് കപ്പാസിറ്റർ. ഓക്കെ, ഇനി നോക്കാം. എനർജി ഓഫ് എ ഡയലക്ട്രിക് കപ്പാസിറ്റർ ഈസ് കെ ടൈംസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എയർ കപ്പാസിറ്റർ ഓഫ് ദ സെയിം ഡയമെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരു റീജിയനിലേക്ക് നമ്മൾ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കെ ടൈംസ് റെഡ്യൂസ് ചെയ്യും. വാക്വത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കെ ടൈംസ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതല്ല, നമ്മളൊരു പാരപ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള റീജിയൻ നമ്മൾ ഡയലക്ട്രിക് കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നു? കെ ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? എനർജി സ്റ്റോർഡ്, ഡയലക്ട്രിക്കിൻ്റെ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് എന്താണ്? കെ ടൈംസ് എനർജി സ്റ്റോർഡ് ഇൻ വാക്വം സിറ്റുവേഷൻ ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഡിസ്കസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്കൊരു രണ്ടാമത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിൽ എങ്ങനെ നമുക്ക് ഈ എനർജി സ്റ്റോർഡ് ഇൻ ഡയലക്ട്രിക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? കപ്പാസിറ്ററിൻ്റെ ടേമിലുള്ള എനർജി സ്റ്റോർഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഫോർ എ സിസ്റ്റം ഓഫ് ചാർജസ് നമുക്കറിയാം. വാക്വത്തിൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ്? ഡബ്ല്യു വാക്വം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ എപ്സിലോൺ 0 ഇ സ്ക്വയർ ഇൻറ്റു ഡി ടോ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സിസ്റ്റം ഓഫ് ചാർജസ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ സിസ്റ്റം ഓഫ് ചാർജസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇ സ്ക്വയർ ഡി ടോ ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? റീകോൾ ചെയ്തിട്ടുള്ളത്. സോ ഡബ്ല്യു വാക്വം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ എപ്സിലോൺ 0 ഇ സ്ക്വയർ ഡി ടോ. ഇത് വാക്വത്തിലാണ്.
ഓക്കെ, ഇത് വാക്വത്തിലാണ്. ഇനി ഇത് ഡൈലക്ട്രിക് ആകുമ്പോഴോ, ഇത് എനർജി സ്റ്റോർഡ് ഇൻ ഡൈലക്ട്രിക് സിസ്റ്റം ആകുമ്പോഴോ, എനർജി സ്റ്റോർഡ് ഇൻ ഡൈലക്ട്രിക് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് തൊട്ട് മുന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. W, അതായത് എനർജി സ്റ്റോർഡ് ഇൻ ഡൈലക്ട്രിക് ഈക്വൽ ടു K ടൈംസ് എനർജി സ്റ്റോർഡ് ഇൻ വാക്വം ആണ്. അപ്പോൾ W വാക്വത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ W ഡൈലക്ട്രിക് എന്തായിരിക്കും, അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ഡൈലക്ട്രിക് എന്തായിരിക്കും? K ഇൻറ്റു, ഇതിന് പകരം എന്ത് കൊടുക്കാം, ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹാഫ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ എപ്സിലോൺ 0 E സ്ക്വയർ ഡി ടോ. ഇനി ഞാൻ ഈ കേനെ ഞാൻ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പോവാണ്. സോ ഹാഫ് ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ K എപ്സിലോൺ 0 E സ്ക്വയർ ഡി ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. K ഇൻറ്റു എപ്സിലോൺ 0 ആരാ? K ആരാ? എപ്സിലോൺ R ആണ് അല്ലേ. അപ്പം K ഇൻറ്റു എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം അല്ലേ, അതേപോലെ ഇ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇ സ്ക്വയറിനെ എനിക്ക് ഇ ഡോട്ട് ഇ എന്ന് എഴുതിക്കൂടെ? നോക്കാം. അതായത് നമുക്ക് അറിയുന്ന ഐഡിയ ആണ്, K ഇൻറ്റു എപ്സിലോൺ 0 ഈക്വൽ ടു എപ്സിലോൺ ആണ്. അതേപോലെ ഇ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. ദാറ്റ് ഈസ് വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഇ. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. നോക്കാം. അപ്പം K എപ്സിലോൺ 0 എന്തായി? എപ്സിലോൺ ആയി. ഇ സ്ക്വയറിന് വരെ ഞാൻ ഇ ഡോട്ട് ഇ. ഇവിടെ ഒരു ഡി ടോ മിസ്സിംഗ് ആണ്, ഇവിടെ ഡി ടോ എഴുതണം. അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡി ടോ എന്ന് എഴുതാൻ മറക്കരുത്. ഇവിടെ ഒരു ഡി ടോ മിസ്സിംഗ് ആണ്, നിങ്ങളത് എഴുതാം. ഓക്കെ, സോ ഇനി നോക്കിയേ, എപ്സിലോൺ ഇ ഞാനിപ്പോൾ ഇവിടെ ഡി ടോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡി ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എപ്സിലോൺ ഇ ആരാ? എപ്സിലോൺ ഇ എന്താ? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഡോട്ട് ഇ ഉണ്ട്. സോ W ഓർ വർക്ക് ഡൺ ഇൻ ഡൈലക്ട്രിക് സിസ്റ്റം ഈക്വൽ ടു, ഈക്വേഷൻ 2 എങ്ങനെയായിട്ട് മാറും? ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇക്ക് പകരം ഡി ഡോട്ട് ഇ ഇൻറ്റു ഡി ടോ. ഓക്കെ, അപ്പം ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈലക്ട്രിക് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ടേമിലായില്ലേ ഇപ്പം? നോക്കിയേ, ഇവിടെ ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ടേമിലാണോ, അല്ല കപ്പാസിറ്റൻസിൻ്റെ ടേമിലാണോ? അല്ല, ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിലാണ്, ഇൻ്റെ ടേമിലാണ്, അല്ലെങ്കിൽ ഡീൻ്റെ ടേമിലാണ്. ദാറ്റ് ഈസ് നൗ വി എക്സ്പ്രസ്ഡ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈലക്ട്രിക് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പം ഈ രണ്ട് കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക.